ഹായ്, ഇന്നലത്തെ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്. അവിടെ ഷാനവാസ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി ഇന്നലത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കി. അതുപോലെ തന്നെ വളരെ മോശപ്പെട്ടൊരു കാര്യം ഉണ്ടായിരുന്നു, നെവിൻ്റെ തെണ്ടൽ. അതായത് നെവിന് 50,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയും പൈസ കൊടുക്കാം നെവിന്. എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നെവിന് 50,000 രൂപ കിട്ടി, എന്നിട്ടും മറ്റുള്ളവരോട് പോയി തെണ്ടുന്നു. അതിന്റെ ആവശ്യം എന്താണ്? ബിഗ് ബോസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഏറ്റവും കുറവ് പൈസ കിട്ടിയിരിക്കുന്നത് ഷാനവാസിനും അതുപോലെ സാബുമാനും അനീഷിനൊക്കെയാണ്. 50,000 രൂപ നെവിന് കിട്ടിയിട്ടും ഇനിയും പണം മറ്റുള്ളവർ കൊടുക്കണം എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെ മോശമായി പോയി, ചീപ്പായി പോയി. പിന്നെ ഷാനവാസ് ഒരു രക്ഷയില്ല, ഇന്നലെ പൊളിച്ചടുക്കി എപ്പിസോഡ് അങ്ങ് തൂക്കി. കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് ഷാനവാസ് ഇന്നലെ പറഞ്ഞത്. അനുമോൾക്കെതിരെയും അനീഷിനെതിരെയും പറഞ്ഞ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്, ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അനീഷിന്റെ ഗെയിമിനെ കുറിച്ച് ഷാനവാസ് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അനീഷിന്റെ ഗെയിമാണ്. അതായത് ഓരോ കാര്യങ്ങളും അനീഷിന്റെ ഗെയിമാണ്. സ്റ്റോർ റൂമിൽ പോകുന്ന കാര്യം വരെ അനീഷിന്റെ ഗെയിമാണ് എന്ന് ഷാനവാസ് കൃത്യമായി പറയുന്നു. ഇതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്ന് കൃത്യമായി പറയുന്നു. അത് വളരെ കറക്റ്റാണ്. ഓരോ കാര്യങ്ങളും അനീഷിന്റെ ഗെയിം തന്നെയാണ് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഷാനവാസും പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അനീഷിനെ കുറിച്ച്. അതുപോലെ തന്നെ അനുമോളുടെ കാര്യവും കൃത്യമായി ഷാനവാസ് പറയുന്നുണ്ട്. അനുമോൾക്ക് ഗെയിമിൽ, അതായത് ഒരു ഗെയിമർ എന്ന നിലയിൽ 100 മാർക്കാണ് ഷാനവാസ് കൊടുത്തത്. അതായത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നാണ് ഷാനവാസ് പറയുന്നത്. ബാക്കിയെല്ലാം ഗെയിമിന് വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് എന്ന്. അതായത് സത്യസന്ധത, നിലപാട്, ഇതെല്ലാം ഗെയിമിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കൃത്യമായി ഷാനവാസ് പറയുന്നു. അതായത് ആദ്യം തന്നെ മികച്ച ഗെയിമറായിട്ട് അനുമോളെ കാണുന്നു, 100 മാർക്കും കൊടുക്കുന്നു. ബാക്കി എല്ലാ മാർക്കുകളും വളരെ താഴെയാണ്. അതിനുള്ള കാരണം അതെല്ലാം ഗെയിമിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അനീഷിനെയാണ് ഷാനവാസിന് കിട്ടിയത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഗെയിമർ എന്ന നിലയിൽ അനീഷിന് 100 മാർക്ക് കൊടുക്കുകയും ബാക്കിയെല്ലാം ഷാനവാസ് അനീഷിനും ഈ പറഞ്ഞതുപോലെ ഏറ്റവും കുറവ് മാർക്കേ കൊടുക്കുകയുള്ളൂ. കാരണം കൃത്യമായി ഇവർ രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്നലെ ഷാനവാസ് കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ് പറഞ്ഞത്. ഒളിച്ചടുക്കി, ഒരു രക്ഷയില്ല. അവസാനം, അതായത് എപ്പിസോഡിന്റെ അവസാനം ഷാനവാസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അനീഷ് അനുമോൾ പ്രണയത്തെക്കുറിച്ച്. അനീഷ് ഇവിടെ ഒരു നാടകം കളിച്ചതാണ്, അനുമോളെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് അനീഷിന് തന്നെ പാരയായിട്ട് വന്നു. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അനുമോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട്. അനുമോൾ അവിടെ എസ് പറഞ്ഞിട്ടില്ല, നോ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അനുമോൾ സ്വീകരിച്ച ഒരു വഴിയുണ്ട്. ആ വഴിയെക്കുറിച്ചാണ് ഷാനവാസ് പറയുന്നത്. അത് കൃത്യമായി അനുമോൾ ഉപയോഗിച്ചതാണ്. അനീഷ് ആ പറഞ്ഞ കാര്യം അനുമോൾ കൃത്യമായി ഉപയോഗിച്ചു എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ലാലേട്ടൻ്റെ മുന്നിൽ ഇതെത്തണം, ലാലേട്ടൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അനുമോൾ പെരുമാറിയത്. നമ്മൾ കണ്ടതാണ്. അനുമോൾ ഈ വിഷയത്തെ അങ്ങ് അവസാനിപ്പിക്കാൻ നോക്കിയില്ല. എല്ലാവരോടും പോയി പറഞ്ഞ് അയ്യോ എനിക്ക് പേടിയാവും, ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു, നിർത്തുന്നില്ല. അതായത് ആ വിഷയം അവിടെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ അനുമോൾ അത് തീർത്തില്ല. അതിൻ്റെ പുറകെ അങ്ങനെ പോയി. അതാണ് ഷാനവാസ് കൃത്യമായി പറഞ്ഞത്. എന്തായാലും ഇന്നലെ ഷാനവാസ് ഞെട്ടിച്ചു, ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. അതുപോലെ തന്നെ ഇന്ന് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. വിജയിയെ തീരുമാനിക്കാനുള്ള വോട്ടിംഗ് ആണ്. ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും കൃത്യമായി ഇന്ന് തന്നെ ഷാനവാസിന് വോട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാരെ കൊണ്ട് ഷാനവാസിന് വോട്ട് ചെയ്യിപ്പിക്കുക. ഷാനവാസിനും വിജയ സാധ്യതയുണ്ട്, അത് മറക്കരുത്. നിങ്ങളുടെ വോട്ടുകളാണ് അവിടെ വരേണ്ടത്. അങ്ങനെ വന്നാൽ മാത്രമേ ഷാനവാസ് വിജയിക്കുകയുള്ളൂ. അത് മനസ്സിലാക്കി കൃത്യമായി വോട്ട് ചെയ്യുക. വോട്ടുകൾ ഒരിക്കലും പാഴാക്കരുത്. കൃത്യമായി വോട്ട് ചെയ്യുക. എന്താണ് അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.